ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് കരോൾ വരുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്രിസ്മസ് കരോളിന് വേണ്ടിയിട്ട് ഒരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറത്തുള്ള വീട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത്. എൻ്റെ കൂടെ ഉള്ളത് ആരാ പറ? കുക്കു. കുക്കു കുക്കു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. പക്ഷേ ഇപ്പം ഞങ്ങളാണ് കമ്പനി. അവനെയൊക്കെ ഞങ്ങൾ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ കരോൾ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഞാൻ ഈ വീഡിയോയിൽ കരോളിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അവിടെ നിന്നൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഒരു തട്ടിക്കൂട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുൽക്കൂടിനെ കുറിച്ചും ആ പുൽക്കൂടിൻ്റെ കുറച്ച് വീഡിയോസും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ലാവൻഡർ ലൈറ്റ്സ്. അതാണ് അവിടെ വന്ന് പറയണ്ടേ. കരോളിനെ കുറിച്ച് എന്ത് പറയാനും, കരോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്നും ശരിയില്ലാന്ന് ഞാൻ പറയാം. അതെന്താന്നും കൂടെ പറ. എന്താന്ന് വെച്ചാല് ഒരു സുഖം കിട്ടുന്നില്ല. എന്തോ സുഖമില്ലേ? അതെന്താ നിങ്ങളുടെ കരോളിന് എന്താ എത്ര പ്രത്യേകത ഉണ്ടായിരുന്ന? നമ്മുടെ കരോളിന്റെ കാലത്തൊക്കെ നല്ല സൂപ്പർ കരോളായി. ശരിക്കും? ശരിക്കും. അതിന്റെ ഓർമ്മകൾ പറ 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 കരോളിനെ കുറിച്ച് പറ. അന്നൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാല് 6 മണിക്ക് തുടങ്ങുക എന്ന് പറഞ്ഞാൽ 6 മണിക്ക് പള്ളിയിൽ പോയി രൂപ എടുക്കുന്നു. അവർന്ന് പോലെ ചെണ്ട മുട്ടി പാട്ട് പാടി വരുന്നു. അത് ഇപ്പൊ സംസാരിച്ചത് നമ്മുടെ കുഞ്ഞാഞ്ഞയാണ്. കുഞ്ഞാഞ്ഞേൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കരോളൊന്നും ഒന്നും അല്ലെന്നാണ് പറയുന്നത്. ഞാൻ തൊപ്പി എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പിന്നെയും പോന്നതാ. അപ്പോൾ തൊപ്പിയൊക്കെ എടുത്തു. ഇനി നമ്മൾ വെളിച്ചം പോയല്ലേ. ഇനി നമ്മൾ നേരെ കരോളിന് പോവാണ്. എൻ്റെ വീട്ടിലെ പുൽക്കൂട് കണ്ടേ. ഇത് ഇന്ന് ശരിക്കും ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതല്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് വന്നതിന് ശേഷം കിട്ടിയ കുറച്ച് സമയം കൊണ്ട് ഒരു തട്ടിക്കൂട്ട് പുൽക്കൂട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഒരു അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ സാധാരണ കുറച്ചും കൂടിയൊക്കെ ഒരു എന്താ പറയുക വിപുലമായിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു. ഈ പ്രാവശ്യം അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് എൻ്റെ പുൽക്കൂട് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ പറയണേ. അപ്പോൾ ബാക്കി കരോളിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പോകുമ്പോൾ കാണാവേ. ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. കരോളിന് ഇറങ്ങിയിട്ടുണ്ട്. തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഒരിത്തിരി പോലും വെളിച്ചമില്ല. ഈ വെളിച്ചമില്ലാത്തടത്ത് കൂടെ ഇത്രയും പിള്ളേരെ കൊണ്ട് എങ്ങനെ പോകും? ആൾക്കാരും കുറവാല്ലേ? അല്ല, കഴിഞ്ഞ പ്രാവശ്യവും ആൾക്കാർ കുറവല്ലായിരുന്നോ? അനീഷേട്ട ഒന്നും വന്നില്ല അല്ലേ? അങ്ങനെ കരോൾ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയില്ല. കരോളിൻ്റെ ഇടയ്ക്ക് വീട്ടിലേക്ക് പോരേണ്ടി വന്നു. കാരണം എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ വന്നു. ഒത്തിരി നേരം അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങ് വീട്ടിലേക്ക് പോന്നു. ഇനിയിപ്പം നമ്മുടെ വീട്ടിൽ കരോൾ വന്നിട്ടില്ല. അവർ കുറച്ചുകൂടെ കഴിയുമ്പോഴേ എത്തത്തുള്ളൂ. എത്തിക്കഴിയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പിന്നെ ഒരു 1-2 വീടേ ഉള്ളൂ. അപ്പം അവരുടെ കൂട്ടത്തിൽ ആ സമയത്ത് പോകാമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാണ്, ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തോ ശരിക്കും സങ്കടം വരിക. എല്ലാ പ്രാവശ്യത്തെയും കരോളിന് ഞാനങ്ങോട്ട് ആടിത്തിമിർത്ത് നടന്നുകൊണ്ടിരുന്നതായിരുന്നു. ഈ പ്രാവശ്യം എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. കരോളിനൊരു വൈബില്ലാത്ത പോലെ ഒരു
ഉഷാറില്ലാത്ത പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിട്ട് സെറ്റാക്കാം. ഒത്തിരി നല്ല തണുപ്പുമാണ് പുറത്ത്, അപ്പോൾ നമുക്ക് ഒത്തിരി നേരം പുറത്ത് കൂടെ പോകാനും പറ്റത്തില്ല. ഈ വീട്ടിൽ ഗാനം ആലപിക്കുന്നതായിരിക്കില്ല ഗാനത്തിന് എല്ലാവിധ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നസ്രത്തിൽ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചുള്ള കരോളിൻ്റെ വീഡിയോസ് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ കരോളിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ഫ്രണ്ട് വഴിയാണ് എടുത്തത്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമുക്ക് ക്രിസ്മസിൻ്റെ ഇതായ കുർബാനയും കാര്യങ്ങളൊക്കെ പള്ളിയിലുണ്ടാകും. അത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് പള്ളിയിൽ പോക്കും കാര്യങ്ങളൊക്കെ കൂടെ ആകെപ്പാടെ റഷായിരിക്കും. പക്ഷേ ഒരു റീല് പോലെയെങ്കിലും ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ഡെക്കറേഷൻസൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു പ്ലാവും മാവും കൂടെ ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ബൾബുകൾ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു സ്റ്റാർ തൂക്കിയിട്ടുണ്ട് വീടിൻ്റെ ഒരു സൈഡിൽ. പിന്നെ ഇങ്ങനെ ചെറിയ ഒരു 3-4 നക്ഷത്രങ്ങളൊക്കെ വരുന്ന ഒരു ബൾബ്. ഇത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാണുന്ന സ്റ്റാറില്ലേ, അത് എല്ലാ വർഷവും ഡിസംബർ 1-ാം തീയതി പള്ളി പോയി കഴിഞ്ഞ് വന്നാൽ ആ ഭാഗത്തൊരു സ്റ്റാർ തൂക്കുക എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാ വർഷവും മുടങ്ങാതെ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ ആയിട്ട് നമ്മുടെ സിറ്റ് ഔട്ട് ഏകദേശം അങ്ങോട്ട് ഒരു ഭാഗം അങ്ങോട്ട് ഫില്ലായിട്ടുണ്ട്. അത്ര വലിയ പ്രിപ്പറേഷനിലൊന്നും ചെയ്തതല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പ്രാവശ്യത്തെ പുൽക്കൂട്. കാരണം കാണാൻ ഒത്തിരി ഒരുപാടൊന്നും ഇല്ലെങ്കിലും കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതാട്ടോ നമ്മുടെ ഉണ്ണിയേശു. ആ ഉണ്ണിയേശു ഒത്തിരി കരിഞ്ഞിട്ടുണ്ടാവും. കാരണം ഒരു തവണ ഒരിത്തിരി തീയിൻ്റെ അടുത്ത് ആയിപ്പോയായിരുന്നു. അങ്ങനെ അതിലിത്തിരി പെയിൻ്റൊക്കെ ഫെയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിസ് ഈസ് പുൽക്കൂട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കരോളിൻ്റെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ആൻഡ് ഗുഡ് നൈറ്റ്.